ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൺ വോയിസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ വീഡിയോയിൽ വേറെ ശബ്ദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ അത് മ്യൂട്ടാക്കിയതാണ്. അപ്പോൾ വാവക്കല്ലേ, അപ്പോൾ ഒരിക്കൽ ഉണ്ണാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ. ഒരിക്കലൊക്കെ ഉണ്ണുമ്പോൾ നമ്മൾ ഒരുമിച്ച് വേണ്ടേ ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ആളൊന്നുമില്ല, അനിയത്തിയും ഞാനും അമ്മയും തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്, പിന്നെ നമുക്ക് ഓരോ ആചാരങ്ങളുണ്ടല്ലോ ഇതിലൊക്കെ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഉരുളങ്ങനെ മാറ്റി വെക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പുറത്തത് കൊണ്ട് വെച്ച് പോയിട്ട് കാക്ക വന്ന് കഴിക്കും എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പണ്ടേ ഉള്ളൊരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളങ്ങനെ ഇല വെച്ചിട്ട് 2-3 കാക്ക വന്നു കേട്ടോ. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു കാക്ക വന്ന് ഫുഡ് ഇങ്ങനെ നമ്മൾ വെച്ച ഉരുള തിന്നണത് കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു സത്യമാണെന്ന് ഇതുമെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെ ഞങ്ങൾ 5 മണിയായപ്പോൾ അമ്പലത്തേക്ക് വന്നു കേട്ടോ. അമരമ്പലം അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ നമ്പറൊക്കെ എത്തി, ഞങ്ങളെ വിളിച്ചു കേട്ടോ. അങ്ങനെ മുങ്ങി കുളിക്കാൻ വേണ്ടി പുഴയിലോട്ട് പോയി. പുഴയിൽ നിന്ന് കുളിച്ച ശേഷം അവിടെ വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് തൊഴുകാൻ വേണ്ടി വന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ വൈകുന്നേരമായി. അപ്പമൊക്കെ ചുടൽ തുടങ്ങി കേട്ടോ. അപ്പം ഉണ്ടാക്കി, കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി, പിന്നെ ഇതേമാതിരി കുറച്ച് മന്തിച്ചോറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു മന്തിയൊക്കെ. അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് പിന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂജ ചെയ്യാനൊരു ഏട്ടനൊക്കെ വന്ന് പൂജ ചെയ്തതിന് ശേഷം പിന്നെ അമ്മായിൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയനുണ്ടായിരുന്നു, അമ്മായിൻ്റെ മോൻ ഉണ്ടായിരുന്നു, അങ്ങനെ വലിയച്ഛനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ രാത്രി പോകുന്നില്ല, ഏട്ടനൊക്കെ രാത്രി തന്നെ പോയി കേട്ടോ. പിന്നെ വീടിൻ്റെ അടുത്ത് കൂടെയൊക്കെ കുറച്ച് എല്ലാ വീട്ടിലേക്കും കുറച്ച് ഇച്ചതൊക്കെ കൊണ്ട് കൊടുത്ത് ഞങ്ങൾ പിറ്റേ ദിവസം പരിയങ്ങാട്ടേക്ക് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.